ഫേസിൽ നല്ല രീതിയിലുള്ള ഹെയർ ഗ്രോത്ത് ഉണ്ട്, വാക്സ് ചെയ്യുന്നുണ്ട്, ഹെയർ റിമൂവ് ചെയ്യുന്നുണ്ട്, ഒന്നും മറന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം വെർജിൻ കോക്കനട്ട് ഓയിലും മഞ്ഞൾപ്പൊടിയും. മഞ്ഞൾപ്പൊടി എന്ന് പറയുമ്പോൾ വൈൽഡ് ടെർമറിക് തന്നെ എടുക്കണം. അപ്പോൾ ഒരു 4-5 ദിവസത്തേക്ക് വേണ്ട ഒരു 5 സ്പൂൺ വരുന്ന വെർജിൻ കോക്കനട്ട് ഓയിൽ എടുത്തതിന് ശേഷം അതിലേക്ക് 3/4 സ്പൂൺ അളവ് വരുന്നത്. 3/4 സ്പൂണിൻ്റെ അളവ് ഞാൻ പറയാൻ കാരണം ഒത്തിരി ആയി കഴിഞ്ഞാൽ ഫേസിൽ ഒത്തിരി മഞ്ഞളിൻ്റെ എഫക്റ്റ് നിൽക്കും, അത് പെട്ടെന്ന് മാറത്തില്ല. ഫേസ് വാഷ് അങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യാതെ മാറത്തുള്ളൂ. ഈ ഒരു കാര്യം അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നിങ്ങളൊരു 10-15 മിനിറ്റ് വെച്ചതിന് ശേഷം നൈറ്റ് നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. ഡെയിലി റുട്ടീനായിട്ട് ഫേസിൽ ഇട്ടുകൊണ്ട് കിടക്കാം. ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം വേണം ഇത് യൂസ് ചെയ്യാൻ. ഹെയർ ഗ്രോത്ത് പതിയെ കുറയുകയും ചെയ്യും, ഫേസിന് ഒരു ഗ്ലോ കിട്ടുകയും ചെയ്യും, ടെക്സ്ചർ ഒന്ന് മാറും. പക്ഷേ ഓയിലി സ്കിന്നുകാർ ഇത് അവോയ്ഡ് ചെയ്യുക, ഇട്ടുകൊണ്ട് കിടക്കരുത്, അവർക്കിത് പറ്റത്തില്ല. ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്കൊരു മസാജിനായിട്ട് ഇത് യൂസ് ചെയ്യാം. ബാക്കി നോർമൽ സ്കിൻ, ഡ്രൈ സ്കിന്നുകാർക്ക് ഇത് ഡെയിലി റുട്ടീനായിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ നോക്കാൻ പറ്റുന്ന ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. വേറെ ഒരു പ്രോഡക്റ്റും നിങ്ങൾ നൈറ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് മാത്രം ഫേസിൽ ഇട്ടാൽ മതി, നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു നെക്ക് പോർഷനും ഫേസ് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ വേണം യൂസ് ചെയ്യാൻ. ഇത് മാത്രം ചെയ്ത് നോക്കി ഫേസിലെ ഹെയർ ഗ്രോത്ത് പതിയെ കുറയുകയും ചെയ്യും, സ്കിന്നിനൊരു ഗ്ലോ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി.